ബ്ലാക്ക് മാറി ക്രീം കളറായി. പക്ഷെ എന്നാലും കൊള്ളാം. അതിനുള്ളത് നമ്മൾ യൂസ് ചെയ്ത്. എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പം ഇച്ചിരി തണുപ്പ്. 30 സീറ്റ് ട്രിപ്പ് അങ്ങനെയുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും വരണം. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ KSRTC നിന്ന് ബഡ്ജറ്റ് ടൂറിസം പോത്തില്ലേ, അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ട്രിപ്പ് പോവാം. രാമക്കൽ മേട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ഇനി നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാം. അപ്പോൾ ഞാൻ കയറി തന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ നിർത്തി. ഞാൻ വാങ്ങിച്ചത് ദോശയാണ്. അപ്പം നമുക്കിനി ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഞാൻ ഇതുവഴി പോയപ്പോൾ വെള്ളം കുറവായ അവിടെ ഒന്നും വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു. ഞങ്ങളൊരു തൂക്കുവാലത്ത് കയറി നിന്നിട്ട് ആടുക. ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സൈറ്റ് ഏതാന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ ഷൂട്ടിങ് ചെയ്ത സൈറ്റാണ്. പിന്നെ വിമാനം, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. കൊള്ളാം, നല്ല സ്ഥലമാണ്, നല്ല തണുപ്പും. കൊള്ളാം ഫ്രീ. ഞങ്ങളിപ്പം കാൽവരി മൗണ്ടിൽ നിൽക്കുകയാണ്. പക്ഷെ അത് കൊള്ളായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴി കണ്ടോ, ഇതിലേ കൂടിയാണ്. ഈ സ്ഥലം ഏതാന്ന് വെച്ചാൽ രാമക്കൽ മേട്. ഇറങ്ങി വരും. ഓ, അതിന് പോസ് ചെയ്യുന്നു. പൈസ ഞങ്ങൾ ഇതിലെ കൂടെ മോഡൽ ഞങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങള് ഒരു അഡ്വഞ്ചർ, ഒരു സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ വന്നു. ആ സ്റ്റോൺ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് എങ്ങനെയുണ്ട് ആ നിന്ന് ഇറങ്ങിയിട്ടുള്ള അത് ഇതുവരെ തീർന്നില്ല. മസ്റ്റ് ട്രൈ ഗൈസ്. അതെ, ഞാനതിപ്പോൾ കാണിച്ചു തരാം. അതേ കണ്ടോ, ആ സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഭയങ്കര റിസ്ക് ആട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഗ്യാപ്പുണ്ട്. അപ്പം നമ്മളതെല്ലാം ഫില്ല് ചെയ്ത് വേണം വരാൻ. കൊള്ളാം, പക്ഷെ മസ്റ്റ് ട്രൈ ആണ്. വരുന്നവരെല്ലാം അതിൻ്റെ അകത്ത് കയറുക.
ഞാനിവിടെ ഉണ്ട്, പേടിക്കണ്ട. തുടങ്ങി ഗൈസ്. അല്ല അത് കുഴപ്പമില്ല, മറ്റേ ഇരിക്കില്ലായിരുന്നു. ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ നിലത്ത് വീഴും. എൻ്റെ ജീൻസൊക്കെ ബ്ലാക്ക് മാറി ക്രീം കളറായി. പക്ഷെ എന്നാലും കൊള്ളാം. അതിനുള്ളത് നമ്മൾ യൂസ് ചെയ്ത് എല്ലാവരും രാമക്കൽ മേട് വന്ന് ആ സ്റ്റോണിൻ്റെ അകത്ത് കയറണം അല്ലേ, അല്ലെങ്കിൽ അത് നഷ്ടം. അല്ല, അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത വീഡിയോ എടുക്കാം. എനിക്ക് ബാക്കിൽ നിന്ന് ഈ സീ കാണാൻ ആ സ്റ്റോണിന്റെ ഇടയിൽ കൂടെ നിന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാമക്കൽ എന്ന് പറയുന്ന കല്ലാണ് കാണുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നുണ്ടോ? അങ്ങനെ 3600 ഹൈറ്റിൽ നിൽക്കുന്ന ഒറ്റത്തൂണായിട്ട് നിൽക്കുന്ന രാമക്കല്ലാണ് കാണുന്നത്. ഒറ്റത്തൂണായിട്ട് സീ ലെവലിൽ നിന്ന് ഒറ്റത്തൂണായിട്ട് നിൽക്കുന്ന കല്ലാണ് കാണുന്നത് രാമക്കൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ താഴെ കാണുന്നുണ്ടോ? ഏറ്റവും കൃഷിയിടങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. തിങ്ങി നിൽക്കുന്ന എല്ലാം കൃഷിയിടമാണ്. അവർ കൂട്ടമായിട്ട് താമസിക്കും, ബാക്കിയുള്ളത് കൃഷി ചെയ്യും. കൂട്ടമായിട്ട് താമസിക്കുന്ന ടൗണുകളാണ് കാണുന്നത്. വൈറ്റ് കൂട്ടമായിട്ട് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതല്ല, പട്ടണങ്ങളാണ് കാണുന്നത്. അത് കോമ്പേ എന്ന് പറഞ്ഞ ടൗണാണ് ആ നടുക്ക് കാണുന്നത്. അതിന് തൊട്ട് ഇപ്പറേ കാണുന്നതാണ് തേവാർ, ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് കേരളത്തിൽ കയറ്റി ചെയ്യുന്ന സ്ഥലം. അതിന് തൊട്ട് ഇപ്പറേ കാണുന്നതാണ് വണ്ണേപ്പുറം എന്ന് പറയുന്നത്. ഇളയരാജയല്ലേ സംഗീത സംവിധായകൻ, പുള്ളി ജനിച്ചു വരുന്ന നാടാണ് കാണുന്നത്. അങ്ങേ അറ്റത്തോട്ട് കോട നിറഞ്ഞതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ബോഡിനായ്ക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡൊക്കെ കയറി പോകുന്ന വഴി, മൂന്നാർ ആ സൈഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്നത് പച്ചപ്പായിട്ട്. അത് തെങ്ങും തോപ്പുകളാണ് കാണുന്നത്. നല്ല ഹൈറ്റുള്ള തെങ്ങും തോപ്പുകളായി കാണുന്നത്. ഈ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടോ? ഈ ഇടയ്ക്ക് ബുഷ് മാതിരി നിൽക്കുന്നതല്ല, മാളമ്പുളി കൃഷി ചെയ്തിരിക്കുന്ന മാവ്, വാളമ്പുളി അങ്ങനെയുള്ള കൃഷി ചെയ്തിരിക്കുന്നത്. ചെറിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്, ചെറിയ പച്ചപ്പായിട്ട് കാണുന്നത്. ബാക്കി തറ കാണുന്നത് ചെമ്പ് നിറത്തി കിടക്കുന്ന തറ ഉഴുതിട്ടിരിക്കുന്നത് അടുത്ത കൃഷിക്ക് വേണ്ടി തറ റെഡിയാക്കിയിട്ടിരിക്കുന്നത്. ഈ രംഗനാഥൻ കോവിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമായിരിക്കുന്നത്. മരത്തിനിടക്കുണ്ടോ? മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ പൊട്ടുപോലെ തോന്നാം. ഇത് ഫ്ലൈറ്റ് വ്യൂ എന്ന് ലൈറ്റ് വ്യൂ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളെ കൊണ്ടുവിടുന്നത് ആ സ്റ്റാച്ചുവിന്റെ ബാക്കിലേക്കാണ്. ഇടുക്കിയിലാണ് ലാസ്റ്റ് ഡാമുകൾ പണിതിരിക്കുന്നത്. 2 മലകൾ ചേർത്താണ് അതിന്റെ രാജ്യത്താൽ പണിത് വെച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ട് ഇപ്പുറത്തെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് കയറുക, നടന്ന് ജീപ്പ്, ഓട്ടോ അങ്ങനെയുള്ള വാഹനങ്ങളിലെല്ലാം ഛർദിൽ വരും. അയ്യോ, അങ്ങനെ ഞങ്ങൾ അഞ്ചുരുളിയിലേക്ക് പോവുകയാണ് ഗൈസ്. നല്ല നിശബ്ദതയോടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. എങ്ങനെയുണ്ട് KSRTC ട്രിപ്പ്? എങ്ങനെയുണ്ട്? ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും വരണം. അമ്മയടുത്ത് ഭയങ്കരമായിട്ട് താങ്ക്സ്. എല്ലാവരും വരണം. KSRTC പൊളി പൊളി പൊളി. ഞങ്ങൾ ഇനിയും വരും റിവ്യൂ ഇടും. ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ നിന്ന് തണുപ്പ് കാരണം സഹിക്കാൻ വയ്യ. ഇവിടെ ഒരാൾ കുഞ്ഞനമ്പിളിയായിട്ടിരിക്കുന്നു. ഇവള് കുഞ്ഞനമ്പിളിയായിട്ടിരിക്കുന്നത്. ഞാൻ എന്തോന്നെടുത്ത് തലേ വെക്കും. ഭയങ്കര തണുപ്പ്. മൊഴിയണം.
എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പം ഇച്ചിരി തണുപ്പ് കുറവുണ്ട്. ഞാൻ ആദ്യം ഇട്ടുകൊണ്ടപ്പം ഇവളുടെ ഹസ്ബൻഡ് എന്നെ കളിയാക്കി മംഗോളിയിരുന്നു. ഇപ്പം ഞാൻ ബംഗാളി. അമ്മയുണ്ട് ബ്ലോഗിൽ. കല്യാണിയുടെ അമ്മയാ. ഹായ് പറ. അവളെ ബ്ലോഗ് ജിൻസിയുടെ യൂട്യൂബ്. വീഡിയോ എടുത്തു കഴിഞ്ഞു. എന്നാ ഇനി അടുത്തോട്ടോ. എത്ര മണിക്ക് വരുന്നു? 11:30 ആവും അല്ലേ? 11:30 ആവും. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. ഓക്കെ, ബൈ.